ഹായ് ഫ്രണ്ട്സ്, ബീവിൻ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു രാമോജി ഫിലിം സിറ്റി കാണണമെന്നുള്ളത്. അത് കഴിഞ്ഞ ദിവസം ഹൈദരാബാദിൽ പോയപ്പോൾ ആ ഫിലിം സിറ്റി കാണാനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കുകയും ചെയ്തു. രാമോജി ഫിലിം സിറ്റി ഹൈദരാബാദിൽ നിന്ന് ഏകദേശം ഒരു 36-40 കിലോമീറ്ററിനുള്ളിലാണ് രാമോജി ഫിലിം സിറ്റി സ്ഥിതി ചെയ്യുന്നത്. ഫിലിം സിറ്റിയുടെ ഫ്രണ്ടേജാണ് നമ്മൾ ഈ കണ്ടതെങ്കിലും ടിക്കറ്റ് എടുക്കണമെങ്കിൽ ഇതിൻ്റെ പുറകുവശത്തൂടി കറങ്ങി വേണം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുവാനായിട്ട്. ഇവിടെ ടിക്കറ്റ് കൗണ്ടർ എഴുതി വച്ചിട്ടുണ്ട്, കാണാം നമുക്ക്. പക്ഷേ ഇവിടെ വേറൊരു പ്രത്യേകത, നമ്മുടെ ഇവിടെ ഒരു സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട്. നമ്മുടെ ബാഗൊക്കെ പരിശോധിക്കുക, സ്കാനർ വെച്ച് ബാഗ് പരിശോധിച്ചതിന് ശേഷമേ നമ്മളെ അകത്തേക്ക് കയറ്റി വിടുകയുള്ളൂ. ഞങ്ങളുടെ കൂട്ടത്തിൽ എൻ്റെ കയ്യിലൊരു ചെറിയൊരു ബാഗുണ്ട്. അത് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കയ്യിൽ ബാഗുണ്ടായിരുന്നു. ആ ബാഗ് അവിടെ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ്, ഇതാണ് ഞാൻ കൊണ്ടുപോയ ബാഗ്. ആ ബാഗ് അവർ തുറന്ന് നോക്കിയിട്ടാണ് എനിക്ക് തന്ന. സ്കാനറിൽ സെക്യൂരിറ്റി ചെക്ക് അത് കഴിഞ്ഞു. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ടിക്കറ്റ് കൗണ്ടറിലേക്കാണ്. ടിക്കറ്റ് കൗണ്ടറിൽ അത്യാവശ്യം കുറച്ച് തിരക്കുകളുണ്ട്. നമ്മൾ എന്നാലും കുറച്ചൊരു 10-15 മിനിറ്റ് ക്യൂ നിന്നതിന് ശേഷമാണ് നമുക്ക് ടിക്കറ്റ് കിട്ടുക. ഇതൊക്കെ നമ്മുടെ കൂടെയുള്ളതാണ്. ജിമ്മി സാറ്, അതേപോലെ സാദിഖെല്ലാം ഞങ്ങളുടെ കൂടെ വന്നവരാണ്. അവർ ടിക്കറ്റ് എടുക്കുവാനായിട്ട് കൂടെയുള്ള ഒരാളെ സഹായിക്കാൻ അങ്ങോട്ട് വേണം. ഇത് സജീവ് ഉണ്ട്, അതേപോലെ പ്രശാന്ത്, ഇവരെല്ലാം ഞങ്ങളുടെ കൂടെയുള്ളതാണ്. ടിക്കറ്റ് എടുത്ത് പുറത്ത് വന്നതിന് ശേഷം ഇവിടെ രാമോജി ഫിലിം സിറ്റി എന്നുള്ള ഒരു ബോർഡുണ്ട്. അവിടെ അത്യാവശ്യം ഫോട്ടോ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലമാണ്. വരുന്നവരെല്ലാവരും ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാറുണ്ട്. അതേപോലെ ഞങ്ങൾ അവിടെ ഫോട്ടോ എടുത്തു. അതിനുശേഷം ആ ടിക്കറ്റുമായിട്ട് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ടിക്കറ്റ് കാണിച്ച് നമ്മൾ അകത്ത് പ്രവേശിക്കുമ്പോൾ തന്നെ നമ്മൾ ടിക്കറ്റിനുള്ളിൽ തന്നെ ഒരു സ്റ്റിക്കറുണ്ട്. ആ സ്റ്റിക്കർ നമ്മുടെ ഷർട്ടിൻ്റെ ഷർട്ടിൽ അത് പതിപ്പിച്ചിരിക്കണം. അത് നമ്മൾ ടിക്കറ്റ് എടുത്ത് നമ്മൾ ഈ ഫിലിം സിറ്റി കാണാനുള്ള ഒരു കസ്റ്റമറാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ആ സ്റ്റിക്കർ നമ്മളവിടെ ഒട്ടിക്കുന്നത്. ബസ്സിൽ കയറുന്നതിന് മുമ്പ് തന്നെ അവിടെ ഒരു തൊപ്പി വിൽക്കുന്നൊരു കടയുണ്ട്. അത് നമുക്ക് അത്യാവശ്യം കുറേ യാത്രകൾ ഇതിൻ്റെ ഉള്ളിൽ ചെയ്യാനുള്ളതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ തൊപ്പിയൊക്കെ വാങ്ങിക്കാം. അപ്പോൾ ഒരു തൊപ്പി, ഞങ്ങളുടെ കൂട്ടത്തിൽ 2 പേര് തൊപ്പി വാങ്ങിച്ചായിരുന്നു. എന്നിട്ട് നേരെ ബസ്സിലേക്ക് കയറാൻ വേണം. അപ്പോൾ അവിടെ ആ ബസ് കയറുന്നതിന് ഉപ്പാടെ തന്നെ ഒരു അത്യാവശ്യം ഒരു ഫോട്ടോ ഷൂട്ടിങ്ങിന് വേണ്ടി ചെറിയൊരു ബസ്സിൻ്റെ ഒരു മോഡൽ അവിടെയുണ്ട്. നമ്മൾ യാത്ര ചെയ്യുന്ന ബസ്സിൻ്റെ മുകളിലാണ്. അവിടെ എല്ലാവരും കയറി സാധാരണ ഫോട്ടോ എടുക്കാറുണ്ട്. ഇതാണ് നമ്മൾ യാത്ര ചെയ്യുന്ന ബസ്. ഇത് വേറൊരു പോയിന്റിലേക്ക് നമ്മളെ ഈ ബസ്സിൽ കൊണ്ടുപോയി ആക്കും. രാമോജി ഫിലിം സിറ്റി, ഇവിടെ നമ്മൾ ബസ് യാത്ര ചെയ്യുകയാണ്. ഏകദേശം ഒരു 2 കിലോമീറ്ററോളം യാത്ര ചെയ്ത് നമ്മൾ അടുത്തൊരു ഡെസ്റ്റിനേഷനിലേക്ക് ചെല്ലും. അപ്പോൾ അവിടെ എത്തുന്നതിന് ഉൾപ്പെടെയുള്ള ഒരു കാഴ്ചകളാണ് നമ്മൾ ഈ ബസ്സിലിരുന്ന് ഇവിടെ ഈ കാണുന്നത്. ധാരാളം മരങ്ങളും അതിന് നല്ല പച്ചപ്പൊക്കെ ഉണ്ട്. എന്നാലും കുറച്ച് വെളിം പ്രദേശമൊക്കെയാണ്. അവിടെയൊക്കെ ഷൂട്ടിംഗ് ലൊക്കേഷൻ തന്നെയാണ്. അവിടെ നിന്ന് നമ്മൾ വേറൊരു പോയിന്റിലേക്ക് എത്തി. ആ എത്തിയതിന് ശേഷം നമ്മൾ ബസ് അവിടെ ഇറങ്ങിയാണ്. എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ നിന്ന് നമ്മൾ അടുത്തൊരു ബസ്സിലേക്ക് കയറുക. അടുത്ത ബസ്സിലേക്ക് കയറുമ്പോൾ തന്നെ ഇവിടെയും രാമോജി ഫിലിം സിറ്റി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അവിടെ നമുക്ക് ഫോട്ടോ ഷൂട്ടിങ് വേണേൽ ചെയ്യാം. അത്യാവശ്യം വെള്ളം, അതേപോലെ നമുക്ക് എന്തെങ്കിലും ഡ്രിങ്ക്സൊക്കെ വാങ്ങിക്കാനായിട്ടുള്ള ഷോപ്പൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ അതേപോലെ കുട്ടികളെ, അതേപോലെ മുതിർന്ന നമ്മളെല്ലാവരും ആകർഷിക്കാൻ വേണ്ടിയുള്ള ഇതേപോലെ വേഷവിധാനം ചെയ്ത, എന്താണ് അതിന് പറയുന്നത്, വേഷവിധാനം ചെയ്ത ഇങ്ങനെ ബൊമ്മകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവരോടൊപ്പം ഫോട്ടോ ഒക്കെ എടുക്കാം. ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നവരും അവരുടെ ഒപ്പം ഫോട്ടോ എടുത്തു. ഞാനുൾപ്പെടെ അവരുടെ ഒപ്പം ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്തതാണ്. നമ്മൾ എന്നിട്ട് ഇവിടെ നിന്നാണ് അടുത്ത ബസ്സിലേക്ക്, അടുത്ത ബസ്സിൽ നമ്മൾ വന്ന അതേപോലെ തന്നെ ബസ്സാണ്. ഇവിടെ നിന്ന് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക് നമ്മൾ കയറിയാണ്. ഇതെല്ലാം ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാരാണ്. ഇതൊക്കെയാണ് എൻ്റെ കൂടെ വന്ന ഫ്രണ്ട്സും എല്ലാവരും. ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ വണ്ടി വിടുമ്പോൾ നമ്മൾ ഈ ബസ്സിൽ തന്നെ അതിനുള്ള ഒരു ഗൈഡുണ്ട്. ആ ഗൈഡ് നമ്മൾ 2 വശങ്ങളുള്ള പ്രധാനപ്പെട്ട കാര്യം, 2 വശങ്ങളിലും കാണുന്ന സ്ഥലങ്ങൾ ഏതാണ് എന്താണെന്നുള്ളതൊക്കെ ആ ഗൈഡ് നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. അത് ഒരു ഡെസ്റ്റിനേഷൻ ചെന്നതിന് ശേഷം അവിടെ ഇറങ്ങിയിട്ട് അവിടെ നിന്നാണ് നമ്മൾ സാധാരണ ഷൂട്ടിംഗ് ലൊക്കേഷനുകൾ കാണുന്നത്. ഇതാണ് ആ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ.
നമ്മൾ ഈ കാണുന്ന ഷൂട്ടിംഗ് ലൊക്കേഷൻ വെച്ചാൽ വളരെ അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണ്. കാരണം രാമായണമൊക്കെ ഷൂട്ടിങ് ചെയ്ത അന്നും അതേപോലെ തന്നെ ഒറിജിനാലിറ്റി ഇപ്പോഴും കാത്തു സൂക്ഷിക്കുകയാണ് അവിടെ. അവിടുത്തെ ഒരു ജീവനക്കാരെന്താ അവിടെ അത്യാവശ്യം അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, പൊടിയൊക്കെ അടിച്ച് മാറ്റുന്നുണ്ട്. അതാണ് നമ്മൾ ഇതെല്ലാം രാമായണത്തിലെ അതേപോലെ മഹാഭാരതത്തിലെ കണ്ട അതേപോലെ തന്നെ അത് ഇപ്പോഴും അതേപോലെ തന്നെയാണ് അവിടെ കാണുന്നത്. വളരെ ഭംഗിയോടുകൂടി നമുക്ക് ഏവർക്കും വളരെ ആകർഷണം തോന്നുന്ന രീതിയിൽ തന്നെയാണ് ആ സെറ്റിങ്സ് ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നത് എന്ന് തന്നെ നമുക്ക് വളരെ അത്ഭുതത്തോടു കൂടി തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. ഇവിടെ നിന്ന് നമ്മളെല്ലാവരും കൂടി അടുത്ത ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോകുന്നത് തൊട്ടടുത്ത് തന്നെയാണ്. അത് റെയിൽവേ സ്റ്റേഷനാണ്. കണ്ട റെയിൽവേ സ്റ്റേഷൻ ഒറിജിനാലിറ്റി തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ. അത് ഫിലിമിൽ വരുമ്പോൾ കറക്റ്റ് ഒറിജിനൽ റെയിൽവേ സ്റ്റേഷനാണ്. മംഗൽപൂർ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ്റെ അതാണ് ബോർഡ് എഴുതിയിരിക്കുന്നത്. കറക്റ്റ് അതേപോലത്തെ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് നമ്മളെ കണ്ടത്. ഇത് നമ്മൾ അവിടെ നിന്ന് അടുത്ത ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് നമ്മൾ പോവുകയാണ്. ഇപ്രാവശ്യം ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ തന്നെയാണ് ഇരുന്നത്. ഡ്രൈവറുടെ തൊട്ടടുത്ത് തന്നെ ഇരുന്നുകൊണ്ട് എനിക്ക് അത്യാവശ്യം ഇതേപോലെ കുറച്ച് കാര്യങ്ങൾ കവർ ചെയ്യാനായിട്ട് സാധിച്ചു. ഈ കാണുന്നതെല്ലാം ഓരോരോ ഷൂട്ടിങ്ങിന് വേണ്ടി ഉപയോഗിച്ച സാധനങ്ങൾ നമ്മളവിടെ കണ്ടത്. ഏതൊരു സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിച്ചാണെന്ന് തോന്നണം. വലിയൊരു വാച്ച് ടവറൊക്കെ ഉണ്ട്. വാച്ച് ടവറും അതേപോലെ ഗ്രൗണ്ടൊക്കെയാണ്. അതെല്ലാം സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത് അതേപോലത്തെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ആ ഭാഗം തന്നെ ഉപയോഗിക്കാൻ വേണ്ടി തന്നെയാണ് അത് ക്രമീകരിച്ച് വച്ചിരിക്കുന്നത്. നമ്മൾ കാണാൻ പോകുന്നത് ബസ് വളച്ച് അടുത്തത് നമ്മുടെ സിനിമയുണ്ടല്ലോ, ഇത് ബാഹുബലി ഷൂട്ടിംഗ് ചെയ്ത ലൊക്കേഷനാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഉള്ളിലാണ് ആ ഫുൾ ശരിക്കും സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം അതിൻ്റെ ഉള്ളിൽ. അത് നമുക്ക് അതിനുവേണ്ടി മാത്രം വേറൊരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. ബാഹുബലിയുടെ സെറ്റിങ്സ് കാണിക്കാൻ വേണ്ടി മാത്രം ഫുൾ സെറ്റിങ്സാണ്. അതിന് പുറകു വശമുള്ള അതിൻ്റെ ആ എൻട്രൻസിൻ്റെ ഭാഗത്ത് കാണിച്ചിരിക്കുന്ന ചിത്രങ്ങളും അതേപോലെ ആ ബാഹുബലിയുടെ ആ സിനിമ ഷൂട്ടിങ്ങിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ആ എൻട്രൻസിൻ്റെ അവിടെ കാണിച്ചിരിക്കുന്നത്. വളരെ അതിൻ്റെ ഉള്ളിൽ വളരെ മനോഹരമായിട്ട് ആ ബാഹുബലിയുടെ അതേ സംഭവം തന്നെ ഇന്നും അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ആ ബാഹുബലിയുടെ സെറ്റിങ്സ് മാത്രം ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഇതാ ഒരു കൊട്ടാരത്തിൻ്റെ മോഡലാണ് ഇവിടെ സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത്. നമുക്കത് ആ ബാഹുബലിയുടെയൊക്കെ ആ കൊട്ടാരത്തിൻ്റെ മോഡൽ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതൊക്കെ കണ്ടതിന് ശേഷമാണ് നമ്മൾ ബാഹുബലിയുടെ ആ എൻട്രൻസിലേക്ക് കയറുന്നത്. ഇതാണ് ആ എൻട്രൻസ്. ഈ കാണുന്ന വലിയ ഗേറ്റാണ്. അതിൻ്റെ ഉള്ളിലാണ് ബാഹുബലിയുടെ സെറ്റിങ്സ്. നമ്മൾ അവിടെ നിന്ന് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. ബസ്സിൽ കയറി നമ്മൾ അടുത്ത ഷൂട്ടിംഗ് പോയിന്റിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മൾ അവിടെ നിന്ന് ഇനി അടുത്ത കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ തെലുങ്കിലെ എക്കാലത്തെ സൂപ്പർ ഹിറ്റ് സിനിമയായ മത്കയിലെ പ്രധാന ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. ഈ മത്കയിലെ പ്രധാന ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്ന് പറയുന്നത് അവിടുത്തെ ആ സിനിമയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും ആകർഷണമായ ഒരു സോങ് ആയിട്ടുള്ള അതായത് നമ്മളൊരു പാട്ട് സീൻ എടുത്ത ലൊക്കേഷനാണ് നമ്മൾ ഈ കാണുന്നത്. തെലുങ്കിലെ അറിയപ്പെടുന്ന രത്തൻ ഖാത്രി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ റിയൽ ലൈഫാണ് ഈ സിനിമയിൽ ഷൂട്ടിംഗ് ചെയ്തിരിക്കുന്നത്. ആ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നായകന്മാരെന്ന് പറയുന്നത് തെലുങ്കിലെ സൂപ്പർ സ്റ്റാറായ വരുൺ തേജും അതേപോലെ നായിക മീനാക്ഷി ചൗധരിയുമാണ്. അതിൽ ആ സിനിമയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതുകൊണ്ട് വളരെ ആകർഷണമുള്ളത് തന്നെയാണ് ഈ നമ്മൾ ഈ കാണുന്ന ഈ ലൊക്കേഷൻ. അവിടുത്തെ അതിൻ്റെ ഉള്ളിൽ ഷൂട്ട് ചെയ്ത പാട്ട് സീൻ അത് എപ്പോഴും അതിൻ്റെ ഉള്ളിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പാട്ട് സീനാണ് നമ്മളാ കാണുന്നത്. ഇപ്പോഴും നല്ല രീതിയിൽ ഇപ്പോഴും പുതിയ രീതിയിൽ തന്നെ അത് നിലനിർത്തിക്കൊണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ആ പോകുന്നത് ആ ലൊക്കേഷൻ. ഇതിൽ വരുന്ന നമ്മുടെ ഈ രാമോജി ഫിലിം സിറ്റിയിൽ വരുന്ന വിസിറ്റേഴ്സ് ഏറ്റവും കൂടുതൽ ഫോട്ടോഷൂട്ട് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണത് എന്നുള്ളതാണ് ഒരു സത്യം. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വിസിറ്റേഴ്സിന് അത്യാവശ്യം നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അതേപോലെ അത്യാവശ്യം തണുത്ത എന്തെങ്കിലും കുടിക്കാനായിട്ടൊക്കെ ആണെങ്കിൽ അതിനുള്ള ഒരു കടയും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതിപ്പോഴും അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം വളരെ ആ ലൈറ്റിങ്ങും എല്ലാം അതിൻ്റെ മുകളിൽ കുറേ ഒരു സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഒരു
അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു മുകളിൽ നമ്മൾ എന്താണ് ബാൽക്കണി ഉണ്ട്. ആ ബാൽക്കണിയിൽ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം. നല്ല വ്യൂസാണ് ബാൽക്കണിയിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ തന്നെ. അപ്പോൾ ഇപ്പോഴും ആ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് എല്ലാം ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടി എന്നുള്ളൊരു ഫോട്ടോ എടുത്തതാണ്. അതിൽ ഞാനില്ല, എൻ്റെ കൂടെ വന്ന എൻ്റെ ഫ്രണ്ട്സുകളാണ് ആയിരിക്കുന്നത്. ഞാനാണ് ഫോട്ടോ എടുത്തുകൊണ്ട് ഞാനതിൽ എൻ്റെ മുഖം അതിലില്ല. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കൂടെയുള്ള ജിമ്മി സാറും പ്രശാന്തും കൂടി ഒരു ചെറിയൊരു എൻ്റർടൈൻമെൻറ്റാണ് അത് ചെയ്യുന്നത്, ഒരു ഡാൻസൊക്കെ. കാരണം ആ ഡാൻസൊക്കെ നമ്മൾ കളിച്ചു. അതിൻ്റെ ഉള്ളിൽ ആ മത്ക സിനിമയുടെ പാട്ട് സീൻ എപ്പോഴും അവിടെ ലൈവായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അറിയാണ്ടായാൽ നമ്മൾ ഒരു ഡാൻസ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഒരു ചെറിയൊരു സന്തോഷം അവിടെ കണ്ടെത്തിയാണ്, ഒരു എൻ്റർടൈൻമെൻറ്റ് അവിടെ നമ്മൾ കണ്ടെത്തിയാണ്. നമ്മൾ അവിടെ നിന്ന് അടുത്ത ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോകാനായിട്ട് ബസ് റെഡിയായി നിൽക്കുകയാണ്. നമ്മളിനി ഇവിടെ കണ്ട അത്രയും പേര് നമ്മൾ അടുത്ത പോയിന്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ബസ് കാത്ത് നിൽക്കുകയാണ്. നമ്മളിനിപ്പോൾ എല്ലാവരും കൂടി ആ ബസ്സിൽ കയറും. ഈ കാണുന്നൊരു ചെറിയൊരു റെസ്റ്റോറൻറ്റ്, അതിൽ ഫുഡൊക്കെ ഉണ്ട്. ഫുഡൊക്കെ വാങ്ങിക്കുക. അതേപോലെ നമുക്ക് റിഫ്രഷ് ചെയ്യണമെങ്കിൽ റിഫ്രഷ് ചെയ്യാം. അതിനുള്ള സംവിധാനമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. കണ്ടവർ ഒരാൾ നമ്മുടെ മൈക്കും പിടിച്ച് വന്നിട്ട്, ഇത് ബസ്സിലുള്ള ഗൈഡാണ്. പുള്ളി മൈക്കും പിടിച്ച് പോകണത് ഇപ്പോൾ കണ്ട. നമ്മളിനി അടുത്ത ലൊക്കേഷനിലേക്ക് പോകും. ഇപ്പോൾ എല്ലാവരും ആ ബസ്സിൽ വന്ന് കയറിയാൽ അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്. നമ്മളിനി അടുത്ത ചെന്ന് നിൽക്കുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു ലൊക്കേഷനാണ്. കാണുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ആ സിനിമയുണ്ടല്ലോ, ഉദയനാണ് താരം, മോഹൻലാലിൻ്റെയും ശ്രീനിവാസിൻ്റെയും. നമ്മുടെ ഇവിടെ ഒരു ഇംഗ്ലണ്ടിലെ പോലത്തെയൊക്കെ ഒരു സെറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഇങ്ങനത്തെ ഒരു ബിൽഡിംഗ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ ഉദയനാണ് താരത്തിൽ അതായത് ശ്രീനിവാസൻ സൂപ്പർ സ്റ്റാർ ആയതിനു ശേഷം ആരാധകരെ ഒരു ബാൽക്കണിയിൽ നിന്ന് കൈവീശുന്ന രംഗയിൽ അത് ഈ കാണുന്ന വീടാണ്. ഇവിടെ നിന്നിട്ടാണ് ആരാധകർ ശ്രീനിവാസൻ ഇങ്ങനെ കൈനീട്ടി കാണിക്കുന്ന ആ രംഗം. അതൊക്കെ ഈ വീടുകളാണ്. അതേപോലെ ഇതൊക്കെ ഇംഗ്ലണ്ടിലെ ഒരു തെരുവ് അല്ലെങ്കിൽ അവിടെ ഹൗസിംഗ് കോളനിയായിട്ട് കാണിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ഈ ബിൽഡിംഗ് എല്ലാം സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത്. മലയാളത്തിലെ മറ്റുള്ള സിനിമകളിൽ തന്നെയും ഇവിടുത്തെ ലൊക്കേഷൻസ് എപ്പോഴും സുപരിചിതമായ വീടുകൾ നമുക്ക് കാണാം. നമുക്ക് ചില സിനിമകളിലേക്ക് ഇപ്പോഴും ഉണ്ട്. ഇത് നമുക്ക് ലൈവ് പെർഫോമൻസ് എന്ന് പറയും. ഇത് നമുക്ക് ഒരു മോഷൻ ക്യാപ്ചർ ആനിമേഷനാണ്. ആനിമേഷൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഫുള്ള് അതാണ് AC റൂമാണ്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് അത് ശരിക്കും നമുക്ക് കാണാനായിട്ട് പറ്റും. അതിൻ്റെ പ്രതിമ പോലെ അങ്ങനെ ശരിക്കും അത് കാണാനായിട്ട് നല്ലൊരു ഭംഗിയാണ് അത് കാണാനായിട്ട്. ഇതൊക്കെ ചില സിനിമകളിലൊക്കെ വരുന്നുണ്ട്. അതുപോലെ തൊട്ട് അപ്പുറത്ത് തന്നെ ഒരു വീഡിയോ തന്നെ, ലൈവ് വീഡിയോ തന്നെയുണ്ട്. ആ ലൈവ് വീഡിയോയിൽ മോഷൻ ക്യാപ്ചർ ആനിമേഷനാണ്. ഇതാണ് നമ്മൾ ആ പറഞ്ഞ ലൈവ് വീഡിയോ കണ്ട. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഡിജിറ്റൽ മൂവിയാണ്. അത് നമുക്കത് ശരിക്കും അത് അവിടെ കാണാനായിട്ട് പറ്റും. ഇവിടെ ഹോസ്പിറ്റലാണ്. ഇത് വലിയൊരു ഹോസ്പിറ്റലായിട്ടാണ് ഇവിടെ ചിത്രീകരിക്കാനായിട്ട് പറ്റുന്നത്. അതിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാ സെറ്റിങ്സും ഉണ്ട്. ഹോസ്പിറ്റലിൻ്റേതായ എല്ലാ സെറ്റിങ്സും നമുക്കിവിടെ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ ഹോസ്പിറ്റലിൻ്റെ പുറകുവശം ഒരു എയർപോർട്ടാണ്. നമുക്ക് നമ്മളൊരു എയർപോർട്ട് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ എയർപോർട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ആശുപത്രിക്ക് മുന്നിൽ നമ്മൾ കണ്ട ആശുപത്രിയുടെ പുറകുവശമാണിത്. ഇതാണ് എയർപോർട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവിടെയാണ്. ഇവിടെ ഇൻഡിഗോ, എയർ ഏഷ്യ അങ്ങനെയുള്ളത് എല്ലാത്തിൻ്റെയും ഒരു വിമാനത്തിൻ്റെ മോഡലൊക്കെ ഉണ്ട്. അതേപോലെ അറൈവ് ടൈം, ഡിപ്പാർച്ചർ ടൈമൊക്കെ അത് ഡിജിറ്റലായിട്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ ഓരോരോ എയർ ഇന്ത്യ ഓരോരോ നമ്മുടെ വിമാന കമ്പനികളുടെ ഇപ്പോൾ ഇൻഡിഗോ ആണെങ്കിലും എയർ ഏഷ്യ അല്ലെങ്കിൽ സ്പൈസ് ജെറ്റിൻ്റെയൊക്കെ കൗണ്ടറും എല്ലാം ഇതിൻ്റെ ഉള്ളിലുണ്ട്. കണ്ട് രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന് എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരു എയർപോർട്ടിൻ്റെ ഫീലിങ്ങും എല്ലാം ഉണ്ട്. അത് ശരിക്കും സിനിമയിൽ വരുമ്പോഴത്തേക്കും കറക്റ്റ് എയർപോർട്ടായിട്ട് തന്നെ വരും. അതാണ് ആ സിനിമ പിടിച്ചു കഴിയുമ്പോൾ നമ്മൾ ഒരു എയർപോർട്ടിൽ പിടിച്ച ഒരു ഫീലിംഗ് തന്നെയായിരിക്കും നമുക്ക് വരുന്നത്. എയർപോർട്ടിൻ്റെ ഉള്ളിൽ ഇൻഫർമേഷൻ സെൻറ്ററുകൾ, അതേപോലെ പാസഞ്ചേഴ്സ് ഇരിക്കാനുള്ള ചെയറുകൾ എല്ലാം അവിടെ ഉണ്ട്. അതേപോലെ നമ്മൾ അതിൻ്റെ ഒരു ഇടനാഴി കൂടി പോകുമ്പോൾ ഇടതുവശത്തായിട്ട് വിമാനത്തിൻ്റെ അതാണ് പ്രത്യേകിച്ച് ഇൻഡിഗോ വിമാനത്തിൻ്റെ പിക്ചറാണ്. പക്ഷേ അത് ഇൻഡിഗോ വിമാനം നമ്മൾ എയർപോർട്ടിൽ പാർക്ക് ചെയ്തായിട്ടേ നമ്മൾ തോന്നുള്ളൂ. ഇത് രാജസ്ഥാനി സ്റ്റൈലാണ്.
ഇവിടെ നമുക്ക് രാജസ്ഥാൻ്റെ ടൈപ്പ് കൊട്ടാരങ്ങളും അതേപോലത്തെ അവിടുത്തെ വേഷവിധാനങ്ങളിൽ ഒരു ഡാൻസ് വരെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഈ ഭാഗത്ത് ശരിക്കും ഒരു ഊട്ടിയുടെ ലൊക്കേഷനും അതേപോലെ കൊടൈക്കനാലിൻ്റെ ലൊക്കേഷനും എല്ലാം ഈ ഭാഗത്ത് നമുക്ക് ലഭ്യമാണ്. ഞങ്ങളവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഒരു രാജസ്ഥാനി നൃത്തം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിലൊരു ആകർഷണത്തോടു കൂടിയാണ് നമുക്കത് ആസ്വദിക്കാൻ പറ്റും കേട്ടോ. ആ രാജസ്ഥാനി നൃത്തം അവിടെ ഞങ്ങൾ ചെന്നുകൊണ്ടിരിക്കുമ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് തന്നെ അത് തീർന്നത്. നമുക്കത് കണ്ട ഇതൊക്കെ അവിടെ നിന്നുള്ളൊരു വ്യൂ ആണ്. ആ രാജസ്ഥാനി കൊട്ടാരം കണ്ടതിൻ്റെ അവിടെ നിന്നുള്ളൊരു വ്യൂ ആണ്. എന്ത് നല്ല ഭംഗിയാണ് ഇവിടെ ആ വ്യൂ കാണാനായിട്ട്. ടോപ്പ് വ്യൂ ആണ്, നല്ല ഭംഗിയുണ്ട്. ഈ ഭാഗത്താണ് ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞാൽ ഈ ഒരു ഊട്ടിയുടെ ലൊക്കേഷൻ ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും, കൊടൈക്കനാലിൻ്റെ ലൊക്കേഷൻ ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. അതേപോലെ ഈ ഫിലിം സിറ്റിയിൽ വരുന്നവരെ ഏറ്റവും കൂടുതൽ ഒരു ഫോട്ടോ ഷൂട്ടിംഗ് നടത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലവും ഇത് തന്നെയാണ്. കാരണം ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് നല്ല വ്യൂസ് കിട്ടും. അതുകൊണ്ട് ആൾക്കാർ മിക്കവരും ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാറുണ്ട്. ഞങ്ങൾ കണ്ട് എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട്. ഞങ്ങൾ ഉൾപ്പെടെ ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടാണ് നമ്മൾ അടുത്ത പോയിന്റിലേക്ക് നടന്നത് തന്നെ. കണ്ട ഒരു രാജസ്ഥാൻ സ്റ്റൈലിലെ നിർമ്മിതിയല്ല കാണുന്നത്. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഡാൻസ്. അത് നമ്മൾ വിസിറ്റേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഡാൻസ് കളിക്കും കേട്ടോ. അവരെപ്പോഴും അവിടെ ഉണ്ട്. അവർ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് തോന്നുന്നു. നല്ല ഭംഗിയിൽ കൊത്തുപണിയോടെ നമ്മുടെ ട്രഡീഷണൽ ഇന്ത്യൻ സ്റ്റൈലിൽ ഡാൻസ് കളിക്കുന്ന സ്ത്രീ പ്രതിമയാണ് നമ്മളാ കാണുന്നത്. 4-5 പ്രതിമയുണ്ട്. അതുപോലെ അത്യാവശ്യം ഒരു ഫോട്ടോ ഷൂട്ടിങ്ങൊക്കെ ചെയ്യുന്നൊരു സ്ഥലമാണിത്. നല്ല ഒരു ട്രഡീഷണൽ സ്റ്റൈലിൽ തന്നെ, ഇന്ത്യൻ ട്രഡീഷണൽ സ്റ്റൈലിൽ ഒരു ഡാൻസ് കളിക്കുന്ന സ്ത്രീകളുടെ രൂപമാണ് അവിടെ കൊത്തി വച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, ഇവിടെ കാണുന്നത് നമ്മൾ ജപ്പാനീസ് മാതൃകയിലെ ജപ്പാനീസ് ഗാർഡനാണ്. അതായത് ജപ്പാനീസ് മാതൃകയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു പാർക്ക്. ജപ്പാനീസ് മാതൃകയിൽ തന്നെയുള്ള വിശ്രമ സ്ഥലമാണ് ആ കാണുന്നത്. ആ വിശ്രമ സ്ഥലം അത് തന്നെ നിർമ്മിച്ചിരിക്കുന്നതിൻ്റെ താഴത്തായിട്ട് ഒരു ചെറിയൊരു കനാൽ. ആ കനാൽ അതെല്ലാം നിർമ്മിച്ചിരിക്കുകയാണത്. ആ കനാൽ നിർമ്മിച്ചിരിക്കുന്നത് അതിൻ്റെ മുകളിലായിട്ടാണ് ഈ വിശ്രമ സ്ഥലം വന്നിരിക്കുന്നത്. അതൊക്കെ വളരെ ഭംഗിയോടുകൂടി ആ ഒരു ഫിലിം സിറ്റിയുടെ തന്നെ ഒരു ഭംഗിയുടെ ഒരു മാറ്റ് കൂട്ടുന്ന ഒരു സംഭവം തന്നെയാണ് ഈ കാണുന്നത്. അതേപോലെ അതിൽ ധാരാളം മീനുകളുണ്ട്. നല്ല പല ടൈപ്പുള്ള ഫിഷുകൾ അതിൽ വളർത്തുന്നുണ്ട്. ഇതാ ജപ്പാനീസ് മാതൃക നിർമ്മിച്ച ഈ ഗാർഡനെക്കുറിച്ചാണ് ക്യാമറമാൻ്റെ മുന്നിൽ നിന്ന് ഞാൻ ഈ സംസാരിക്കുന്നത്. അതേപോലെ ധാരാളം ചെറിയ ചെറിയ ചെടികളും നല്ല ഭംഗിയോടുകൂടി കൊത്തുപണിയോടുകൂടി തന്നെയുള്ള പാറക്കഷ്ണങ്ങളും എല്ലാം അവിടെയുണ്ട്. ഏതൊക്കെയും ഞാനും ആ ബിൽഡിങ്ങിൻ്റെ, അതായത് ആ വിശ്രമ സ്ഥലമായിട്ട് കെട്ടിരിക്കുന്ന അതിലേക്ക് ഞാനും കയറി. അതുപോലെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടി ഒരു ഫോട്ടോഷൂട്ടും ചെയ്ത്, അതായത് ഫോട്ടോയ്ക്ക് ഫേസ് ചെയ്ത് ഞങ്ങൾ അതും അവിടെ ആ കണ്ട കാഴ്ചകളെല്ലാം ഈ ക്യാമറയിൽ പകർത്തുകയും ചെയ്തു. ആ കാണുന്നത് ബിജു ദേവസ്, നമ്മുടെ കൂടെ തന്നെയുള്ള നമ്മുടെ ഒരു സുഹൃത്തുകൂടെയാണ്, നമ്മുടെ കൂടെയുള്ള ആളാണ്. ഈ ലൊക്കേഷൻ നമ്മുടെ മലയാള സിനിമയിലൊക്കെ ധാരാളം വന്നിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ ജപ്പാനീസ് മാതൃകയിലുള്ള ഈ ഒരു ഗാർഡനും അതേപോലെ എല്ലാം ധാരാളം സിനിമയിൽ തന്നെ മലയാള സിനിമയിൽ വന്നിട്ടുണ്ട്. ഇപ്പോഴും അതിൻ്റെ ഒരു പുതുമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇത് പരിപാലിച്ചു പോകുന്നത് എന്നുള്ളതാണ് നമുക്കൊരു അതിശയകരമായ കാര്യം. കാരണം ഇത്രയും ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നു. ഇത്രയും ടൂറിസ്റ്റുകൾ വരുമ്പോഴും അതിൻ്റെ പുതുമ നഷ്ടപ്പെടാണ്ട് ശരിക്കും അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. ഇവിടെ ഒരു ജപ്പാനീസ് സന്യാസിയുടെ ഒരു പ്രതിമയുണ്ട്. നമ്മുടെ ബുദ്ധപ്രതിമ പോലെ തന്നെയാണ് ജപ്പാനീസ് സന്യാസിയുടെ ഒരു പ്രതിമയാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മൾ പോകുന്ന അടുത്ത ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടേതായ മാതൃകയിലുള്ള, നമ്മുടെ കേരളത്തിൻ്റെ ആയാലും നമ്മുടെ ഇന്ത്യയുടേതായ ഒരു മാതൃകയിലുള്ള ഒരു ഗാർഡൻസ് കാണാനാണ് നമ്മളീ പോകുന്നത്. ഈ കാണേണ്ടതെല്ലാം നമ്മുടേതായ രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഗാർഡനാണ്. ഇവിടെ ധാരാളം സിനിമ ഷൂട്ടിങ്ങുകളെല്ലാം നടക്കുന്ന രീതി, നല്ല പച്ചപ്പും അതുപോലെ മരങ്ങളെല്ലാം നട്ടുപിടിപ്പിച്ച് ആർട്ടിഫിഷ്യൽ ഗാർഡൻ തന്നെയാണ് നമ്മൾ ഈ കാണുന്നത്. ചിലപ്പോൾ നമുക്ക് ഒരു ഭാഗത്ത് നിന്ന് നോക്കിയാൽ പാടശേഖരങ്ങളായിട്ട് തോന്നാം. നമ്മൾ വയലിൽ നെല്ല് വിതച്ച് ഞാറ്
നട്ട് നിൽക്കുന്ന രീതിയിലത്തെ ഒരു പാടശേഖരം പോലെ നമുക്ക് ചില സമയം ഒരു ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ ഗാർഡനെ കാണാനായിട്ട് പറ്റും. കണ്ട വളരെ നല്ല രീതിയിൽ നല്ല പച്ചപ്പും നല്ല ഭംഗിയെല്ലാം നല്ലൊരു ഫാൻറ്റാസ്റ്റിക് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ തന്നെയാണ് നമ്മളാ കാണുന്നത്. ഈ ലൊക്കേഷനൊക്കെ ഈ അടുത്ത കാലഘട്ടത്തിലാണ് ഇങ്ങനത്തെ ഈ ഒരു ലൊക്കേഷൻ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. കാരണം ഇതിനോട് ചേർന്ന് തന്നെ ചിത്രശലഭങ്ങളുണ്ട്. ഇന്ത്യയിലും വിദേശത്തു നിന്നും കളയാന്നുള്ള പല ടൈപ്പായിട്ടുള്ള വിവിധ തരത്തിലുള്ള ചിത്രശലഭങ്ങളുടെ ഒരു ശേഖരം തന്നെ നമ്മളിപ്പോൾ പോകുന്ന ഭാഗത്തുണ്ട്. ഇപ്പോൾ അതിന് അടുത്തത് ആ ചിത്രശലഭങ്ങളുടെ ഒരു കൂടാരത്തിലേക്കാണ് പോകുന്നത്. പല വെറൈറ്റി ആയിട്ടുള്ള ചിത്രശലഭങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ അതിലേക്കാണ് പോകുന്നത്. കാരണം ഇതെല്ലാം ഈ രാമോജി ഫിലിം സിറ്റി തുടങ്ങുന്ന സമയത്ത് ഇതൊന്നും ഇല്ലായിരുന്നു. ഇതൊക്കെ ഈ അടുത്ത കാലഘട്ടത്തിലാണ് ഇതെല്ലാം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത്. കണ്ട നമ്മൾ ഇവിടെ നോക്കിയാലും ആ പച്ചപ്പ് കണ്ടത് ഇതാണ് ചിത്രശലഭം ബട്ടർഫ്ലൈസ് പാർക്ക്. ഇതിൻ്റെ ഉള്ളിൽ കാണേണ്ടത് തന്നെയാണ്. വളരെ വെറൈറ്റികളായിട്ടുള്ള ചിത്രശലഭങ്ങളുടെ ഒരു ശേഖരം തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ കാണാനായിട്ട് നമുക്ക് പറ്റുന്നത്. കണ്ട വലിയ വലിയ നെറ്റുകൾ കൊണ്ട് വളരെ ഉയരത്തിലാണ് അത് കെട്ടിയിരിക്കുന്നത്. കാരണം ചിത്രശലഭങ്ങൾക്ക് ധാരാളമായിട്ട് പറക്കാനും ഉള്ള സ്ഥലം കൂടി അതിലുണ്ട്. നെറ്റ് വല കൊണ്ട് കെട്ടിയിരിക്കുന്നതുകൊണ്ട് ഒരു കാരണവശാലും അത് പറന്ന് പുറത്തേക്ക് പോകത്തില്ല എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് തന്നെയാണ് വലിയ രീതിയിൽ തന്നെയാണ് വലിയ വിശാലമായ ഒരു കൂടായാണ് ഈ ചിത്രശലഭങ്ങൾക്കൊട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം ചിത്രശലഭങ്ങൾ. അതേപോലെ ഈ ചിത്രശലഭങ്ങൾക്ക് അവിടെ അതായത് വസിക്കാനും എല്ലാം അതേപോലത്തെ ചെടികൾ അത് എങ്ങനെയുള്ള രീതിയിലാണ് ഏത് കാലാവസ്ഥയിലൊക്കെയാണ് അത് വസിക്കുന്നത് അത് ജീവിക്കുന്നത് എന്നുള്ള രീതി അതിന് പറ്റുന്ന രീതി തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുള്ള ധാരാളം ചെടികൾ അവിടെയുണ്ട്. ആ ചെടികൾ ഇതാണ് ചിത്രശലഭങ്ങൾ ആ ചെടിയിലിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള പലതരം വെറൈറ്റികളുള്ള ചിത്രശലഭങ്ങൾ നമ്മൾക്ക് ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഒരിക്കലും നഷ്ടം വരത്തില്ല. കാര്യം അത്രയ്ക്ക് നല്ല വെറൈറ്റിയുള്ള ഇന്ത്യയിൽ നിന്നാലും വിദേശത്തുള്ള പല ടൈപ്പ് ചിത്രശലഭങ്ങളാണ് കാണുന്നത്. ഇത് മുകളിലത്തെ നെറ്റ് കണ്ട ആ മുകളിലത്തെ നെറ്റൊക്കെയാണ് ഒരു കാരണവശാലും പുറത്തേക്ക് പറന്ന് പോകില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് നഷ്ടപ്പെടുകയില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഇങ്ങനെയൊക്കെ അത് കെട്ടിയിരിക്കുന്നത്. ഇത് ഈ ചെറിയൊരു കൂട് അതിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയ കൂട് അതിൻ്റെ ഉള്ളിലും ധാരാളം ചിത്രശലഭങ്ങളുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ചിത്രശലഭങ്ങളുടെ പാർക്കെന്ന് പറയാൻ കാരണം വാട്ടർഫ്ലോസ് ഉണ്ട്. അതേപോലെ നമ്മളെ ആകർഷിക്കുന്ന രീതി തന്നെ അതല്ല ചിത്രശലഭങ്ങൾക്ക് വിശാലമായിട്ട് പറന്ന് നടക്കാനുള്ള സ്ഥലം, അതേപോലെ നമ്മൾ സന്ദർശകരെ ആകർഷിക്കുന്ന വാട്ടർഫോൾസും അങ്ങനെ എല്ലാ രീതിയിലുള്ള ഒരു നല്ലൊരു സംഭവം തന്നെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കയറിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ കാണുന്നത് പ്ലാസ്റ്റിക് കൊണ്ടുള്ള പൂവാണ്. പ്ലാസ്റ്റിക് പൂ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന പൂക്കളും അതിലുണ്ട്. അതായത് ആർട്ടിഫിഷ്യൽ പൂക്കളും അതിലുണ്ട്. ഏകദേശം ഒരു 2000-ഓളം ചിത്രശലഭങ്ങൾ ഇതിൻ്റെ അകത്ത് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒന്നാമത് അത്രയും വിശാലമായിട്ട് തന്നെയാണ്. അതിന് ധാരാളം പറന്ന് നടക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. ഏകദേശം ഒരു 2000-ഓളം ചിത്രശലഭങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അത് പല വെറൈറ്റികളായിട്ടുള്ള പല കളറിലുള്ള ചിത്രശലഭങ്ങൾ തന്നെയാണിത്. അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് വേറൊരു വാട്ടർഫോൾസ് കണ്ട ശരിക്കും പാറക്കഷ്ണം കൊണ്ട് നിർമ്മിച്ച് വെച്ചിരിക്കുകയാണ്. പാറകൾ കൊണ്ട് നിർമ്മിച്ച് വച്ചിരിക്കുന്ന ഒരു വാട്ടർഫോൾസാണത്. അതിൻ്റെ ഉള്ളിൽ തന്നെയാണത്. നമ്മളിനി അടുത്തത് നമ്മളൊരു പക്ഷിസങ്കേതമാണ്. ഇവിടെ കുറേ പക്ഷിസങ്കേതങ്ങൾ തന്നെ കുറേ ഉണ്ട്. അത് നല്ല തത്തകളുണ്ട്. നല്ല വിദേശത്തു നിന്ന് നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള പല തരത്തിലുള്ള തത്തകളുണ്ട്. ഇതിൻ്റെ അകത്ത് കയറണം കണ്ട ഒരു തത്ത ഉണ്ടോ? ഇതിൻ്റെ അകത്ത് കയറണമെങ്കിൽ അതിന് ഫീസുണ്ട്, പ്രത്യേക ഫീസുണ്ട്. അതുകൊണ്ട് നമ്മൾ അകത്തേക്ക് കയറിയില്ല. അതിനേക്കാൾ വളരെ വെറൈറ്റി ഉള്ള അതായത് വലിയ വലിയ പക്ഷികൾ നമ്മുടെ അരയന്യങ്ങൾ ഉൾപ്പെടെ അരയന്യങ്ങളും മറ്റുള്ള വലിയ പക്ഷികൾ ഉൾപ്പെടെയുള്ള ഒരു സങ്കേതത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്.
ആ പക്ഷി സങ്കേതത്തിൻ്റെ പ്രവേശന കവാടത്തിന് മുമ്പുള്ള ഒരു സ്ഥലമാണ്, ഒരു പാർക്ക് പോലെയാണ്, നല്ല ഭംഗിയുണ്ട്. അവിടെ ഒരു ഫിലിം ഷൂട്ടിംഗ് സ്ഥലം തന്നെയാണെന്ന് തോന്നണം. അത് നല്ലൊരു പ്രകൃതി ഭംഗി തന്നെയാണ് അവിടെയും കാണുന്നത്. കണ്ടോ, നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാം. ഇതും പക്ഷികൾ പറന്ന് പോകാതിരിക്കാൻ വേണ്ടി മുകളിൽ നല്ല നെറ്റൊക്കെ മുഴുവനും നെറ്റ് കെട്ടിയിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ ചെറിയ ആർട്ടിഫിഷ്യലായിട്ടുള്ള തടാകങ്ങളുണ്ട്. കണ്ടോ, അവിടെ പക്ഷികളുണ്ട്. അതായത് നമ്മുടെ അരണ്യങ്ങൾ, അതേപോലെ പല ടൈപ്പുള്ള കൊക്കുകൾ, അങ്ങനെ നമ്മുടെ നാട്ടിലും വിദേശത്തും കാണുന്ന വിവിധ തരത്തിലുള്ള പക്ഷികൾ, അതായത് പിന്നെ എൻ്റെ പരുന്ത് ഉൾപ്പെടെ വിവിധ തരത്തിലുള്ള പക്ഷികളെല്ലാം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊന്ന് രാമോജി ഫിലിം സിറ്റി തുടങ്ങുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു സംവിധാനം ഇല്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അത് ഈ അടുത്ത കാലം ഒരു 5-6 വർഷത്തിനുള്ളിലാണ് ഇത് വന്നതെന്നാണ് തോന്നുന്നത്. കണ്ടോ, പക്ഷികളെ നമുക്ക് അടുത്ത് നിന്ന് കാണാം. കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ പക്ഷികൾ, അതേപോലെ ചെറിയ തത്തകൾ, അങ്ങനെയുള്ള ഇന്ത്യയിലെയും വിദേശത്തെയും പലതരത്തിലുള്ള ചെറിയ പക്ഷികൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെയെല്ലാം ഈ പക്ഷികൾ പറന്ന് പോകാതിരിക്കാനായിട്ട് നെറ്റ് കൊണ്ട് വളരെ ബലത്തിൽ തന്നെ നെറ്റ് കൊണ്ട് നല്ല രീതിയിൽ കെട്ടിയിരിക്കുകയാണ്. അതേപോലെ വളരെ വിശാലമായിട്ട് തന്നെ പക്ഷിക്ക് യഥേഷ്ടം പറന്ന് നടക്കാനുള്ള വിശാലമായ രീതിയിലാണ് ഇവിടെ നെറ്റ് വല കെട്ടിയിരിക്കുന്നത്. അതേപോലെ ഇതിൻ്റെ ഉള്ളിൽ ആർട്ടിഫിഷ്യലായിട്ടുള്ള മരങ്ങൾ നട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രകൃതിയോട് ചേർന്നുള്ള രീതിയിൽ നമുക്ക് തോന്നുകയും ചെയ്യും. എന്നാൽ മുകളിൽ നെറ്റുണ്ടെന്ന് മാത്രമേ പ്രത്യേകമുള്ള, ബാക്കിയെല്ലാം നമുക്ക് ആ ഒരു പക്ഷിക്ക് ആണെങ്കിലും പറന്ന് കിടക്കാനുള്ള ഒരു പ്രകൃതിയിൽ പറന്ന് കിടക്കാവുന്ന രീതി തന്നെയാണ് ഇതെല്ലാം ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇവിടെ കണ്ട ചില പക്ഷികളെ അതിൻ്റെ ഉള്ളിൽ തന്നെ വേറൊരു ചെറിയൊരു കൂട് കെട്ടി അതിൻ്റെ ഉള്ളിൽ തന്നെ ചില പക്ഷികളെ, നല്ല കളർഫുള്ളായിട്ടുള്ള കുറേ പക്ഷികളുണ്ട്, ആ പക്ഷികളെ അതിൻ്റെ ഉള്ളിൽ തന്നെ വളർത്തുന്നുണ്ട്. നമ്മളിപ്പോൾ അതിൽ നിന്നെല്ലാം പുറത്തിറങ്ങി ഇപ്പോൾ വളരെ വിശാലമായൊരു സ്ഥലത്തേക്കാണ്. ഇതൊരു ഷൂട്ടിംഗ് ലൊക്കേഷൻ തന്നെയാണ്. വാട്ടർ ഫ്ലോസും എല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ ഒരുക്കിയിരിക്കുന്നത്. ഇതൊക്കെ നേരത്തെ പോലെ തന്നെയുള്ളതാണ്. നമ്മൾ പ്രത്യേകിച്ച് കണ്ടത് ആ ഒരു പക്ഷി സങ്കേതങ്ങളും അങ്ങനത്തത് മാത്രമേ ഈ അടുത്ത കാലഘട്ടത്തിൽ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നതായിട്ട് പറയുന്നുള്ളൂ. ബാക്കി ഇതെല്ലാം നേരത്തെ പോലുള്ളതാണ്. കാരണം നല്ല 3 പ്രതിമകൾ. ഇവിടെ അത്യാവശ്യം വിശ്രമിക്കാനുള്ള സ്ഥലമാണ്. ഇവിടെ ചാർജിങ് പോയിൻ്റുണ്ട്, മൊബൈൽ ചാർജ് ചെയ്യാനുള്ള പോയിൻ്റുണ്ട്. അത്യാവശ്യം ഡ്രിങ്ക്സ് അല്ലെങ്കിൽ സ്നാക്സ് ഒക്കെ കഴിക്കാം. അതിനുള്ള ചെറിയൊരു സംവിധാനമാണ് ഇവിടെ വച്ചിരിക്കുന്നത്. ഇവിടെ ഇന്ന് അടുത്തൊരു ലൊക്കേഷൻ എന്ന് പറയുന്നത്, ഇവിടെ ഒരു ബുദ്ധ സന്യാസിമാരുടെയൊക്കെ ഇരിക്കാനുള്ളൊരു ഗുഹയുണ്ട്. അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ അതിൻ്റെ മാത്രമായിട്ടൊരു വീഡിയോ ഇടുന്നുണ്ട് ഞാൻ. ഇതിപ്പോൾ അവസാന പോയിന്റിലേക്ക് നമ്മൾ ചെന്നിരിക്കുകയാണ്. ഈ രാമോജി ഫിലിം സിറ്റിയുടെ അവസാന പോയിന്റ് കണ്ട്, ഇതൊരു ചെറിയ ചെറിയ ഈന്തപ്പനകളുടെയൊക്കെ മരങ്ങൾ നല്ല ഭംഗിയോട് നല്ല രീതിയിൽ തന്നെ അത് കൃത്യമായിട്ട് അതൊരു ആർട്ടിഫിഷ്യലായിട്ടാണ് വച്ചിരിക്കുന്നത്. പക്ഷേ അത് കൃത്യമായിട്ട് തന്നെ പരിപാലിച്ച് പോരുകയാണത്. ഇതെല്ലാം ഒരു നല്ലൊരു ഷൂട്ടിംഗ് ലൊക്കേഷൻ തന്നെയാണ്. വളരെ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന രീതിയിൽ, എന്നാൽ നല്ലൊരു പാർക്ക് കൂടിയാണ്. അങ്ങനെയുള്ള ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ തന്നെയാണിത്. നമ്മളിപ്പോൾ ഇപ്പോൾ അവസാന ഇതിലേക്കാണ്, നമ്മൾ രാമോജി ഫിലിം സിറ്റിയുടെ അവസാന റൗണ്ടിലേക്ക് നമ്മളിപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ കാണുന്ന കെട്ടിടം എന്ന് പറയുന്നത് രാമോജി ഫിലിം സിറ്റിയുടെ കോർപ്പറേറ്റ് ഓഫീസാണ്. ഇവിടുത്തെ ഒരു ഭരണ സ്ഥിര കേന്ദ്രമാണ് ആ കാണുന്ന വലിയ കെട്ടിടം. ഇതാണ് അവസാന പോയിൻ്റ്, രാമോജി ഫിലിം സിറ്റിയുടെ അവസാന സൈറ്റ് സീയിങ് പോയിൻ്റ് ഇവിടെയാണ്. ഇവിടെയും വലിയൊരു രാമോജി ഫിലിം സിറ്റി എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ആൾക്കാർ നമ്മൾ ഫോട്ടോ എടുക്കുന്നത്. ഇതെല്ലാം ഞങ്ങളുടെ ടീമാണ്, എൻ്റെ ഫ്രണ്ട്സും ഉൾപ്പെടെയാണ് ഈ നിൽക്കുന്നതെല്ലാം. അവിടെ രാമോജി ഫിലിം സിറ്റി, അതിൻ്റെ മുമ്പിൽ നമ്മൾ ഫോട്ടോ എടുക്കുന്നു. അതിനുശേഷം അവസാനമായിട്ടുള്ള ആ റൗണ്ട് ബസ്, നമ്മളെ കാത്തുള്ള ബസ്സുകളുണ്ട്. ഇവിടെയും ശരിക്കും പറഞ്ഞാൽ രാവിലെ 9:30 മുതൽ 5:30 മണി വരെയാണ്. ഏകദേശം ഒരു ഫുൾ ടൈം അത്രയും സമയം തന്നെ വേണം ഇത് ഈ ഫിലിം സിറ്റി മൊത്തം ചുറ്റി കറങ്ങി നടന്ന് കാണാനായിട്ട്. ഇപ്പം നമ്മൾ ഇവിടെയാണ് അവസാന പോയിൻ്റ്. ഈ അവസാന പോയിന്റിൽ നിന്നും ബസ്സുണ്ട്. ഈ ബസ്സിൽ കയറി നമ്മൾ ഇവിടുന്ന് പിന്നെ 2 ബസ് കയറണം. ഇവിടെ നിന്നൊരു ബസ് കയറി നമ്മൾ ആദ്യത്തെ ഒരു ഡെസ്റ്റിനേഷൻ ചെന്ന് നിന്ന പോലെ ഇവിടെ നിന്ന് ബസ് കയറി നമ്മൾ അവിടെയാണ് ചെന്ന് നിൽക്കുന്നത്. അവിടെ നിന്നുള്ള ബസ്സിൽ കയറി നമ്മൾ ഫിലിം സിറ്റിയുടെ
നമ്മൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള എക്സിറ്റ് പോയിന്റിൽ കൂടെ നമ്മളെ നിർത്തും. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇവിടുത്തെ ഈ ഫിലിം സിറ്റിയുടെ കാഴ്ചകൾ. ഈ ഫിലിം സിറ്റി, രാമോജി ഫിലിം സിറ്റി കാണണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു മുഴുവൻ ദിവസം തന്നെ വേണം. രാവിലെ 9:30 10 മണിക്കുള്ളിൽ കയറിയാൽ തന്നെ നമുക്ക് മുഴുവനായിട്ട് ചുറ്റിക്കറങ്ങി കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞങ്ങളെല്ലാവരും ബസ്സിൽ കയറി നമ്മൾ രാമോജി ഫിലിം സിറ്റിയുടെ എക്സിറ്റ് പോയിന്റിലേക്ക് യാത്രയാകുകയാണ്. അവിടെ നിന്ന് നമ്മൾ അടുത്തൊരു ബസ് വണ്ടി പിടിച്ചാണ് നമ്മൾ നമ്മുടെ ഹോട്ടലിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതാണ് രാമോജി ഫിലിം സിറ്റിയുടെ പൂർണ്ണമായ രൂപം. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 പ്രധാനപ്പെട്ട, അതായത് ബാഹുബലിയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനും അതേപോലെ ആ ഒരു ബുദ്ധ സന്യാസിമാരുടെ ഒരു ലൊക്കേഷൻ, ഈ രണ്ടും ഇതിൽ കാണിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അതിനുവേണ്ടി മാത്രം ഒരു വീഡിയോ ഇടുന്നതാണ്. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഇവിടെ നമ്മൾ എക്സിറ്റ് പോയിന്റിലേക്ക് പോകാനായിട്ട് എങ്ങനെ പോയാലും ഒരു 20 മിനിറ്റ് 25 മിനിറ്റോളം സമയമെടുക്കും നമ്മൾ എക്സിറ്റ് പോയിന്റിലേക്ക് എത്തുവാനായിട്ട്.